ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 27 ആണ്, ഉൽപ്പത്തി 27 അധ്യായം. അവിടെ യാക്കോബ് ഇസഹാക്കിനെ പറ്റിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസഹാക്ക് ഈ ഒരു സമയത്ത് വളരെ വൃദ്ധനായി, വളരെ പ്രായമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ താൻ ഏശാവിനെ അനുഗ്രഹിക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവഹൃദപ്രകാരം ശരിക്കും ദൈവത്തിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ജേക്കബിനെ ആയിരുന്നു അനുഗ്രഹം കിട്ടേണ്ടത് എന്നുള്ളതായിരുന്നു. പക്ഷേ എന്തോ ഇസഹാക്ക് അത് മനസ്സിലാകുന്നതുകൊണ്ടാണ് നമുക്കറിയില്ല. പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് ഐഡിയ കൊടുത്തതായിരുന്നു ഇളയ ആള് മൂത്തയാള് ഭരിക്കും എന്നുള്ളൊരു കാര്യം. പക്ഷെ എന്തോ ഇസഹാക്ക് അതിനെപ്പറ്റി ഓർത്തില്ല, അതിനെപ്പറ്റി ചിന്തിച്ചില്ല. താൻ പകരം ഏശാവിന് തന്നെ അനുഗ്രഹം കൊടുക്കുവാൻ തീരുമാനിച്ചു. നമ്മൾ അവരുടെ ആ രീതികൾ നോക്കുമ്പോൾ തന്നെ അവരുടെ അപ്പനും അമ്മയ്ക്കും ഒരു പാർഷ്യാലിറ്റി അവർക്ക് ഉണ്ടായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അപ്പൻ എപ്പോഴും താല്പര്യം കൂടുതലുണ്ടായിരുന്നത് ഏശാവിനോടായിരുന്നു. കാരണം ഏശാവ് ഒരു ഹണ്ടറായിരുന്നു, കായിക അഭ്യാസങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം പക്ഷേ ജേക്കബിനോടായിരുന്നു. കാരണം അമ്മ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ജേക്കബ്. അതുകൊണ്ട് അമ്മയ്ക്ക് ജേക്കബിനോടും അപ്പൻ ഏശാവിനോടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൻ മരിക്കാറായപ്പോൾ, ഇസഹാക്ക് മരിക്കാറായപ്പോൾ, അല്ലെങ്കിൽ വളരെ വാർദ്ധക്യത്തിലിരിക്കുമ്പോൾ താൻ ഏശാവിന് താൻ അനുഗ്രഹം കൊടുക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. അങ്ങനെ ഏശാവിനോട് പറയുന്നു, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം കൊണ്ട് തരുവാണെങ്കിൽ ഇറച്ചിയൊക്കെ വെച്ച് ഭക്ഷണം കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് ഏശാവിനെ വിടുന്നു. അത് റെബേക്ക കേൾക്കുന്നു. അപ്പോൾ റെബേക്ക തീരുമാനിച്ച് ഏശാവിനല്ല ജേക്കബിനാണ് കൂടുതൽ അനുഗ്രഹം കിട്ടേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ, റെബേക്കയും ജേക്കബും രണ്ടുപേരും കൂടെ അവരെ ഇസഹാക്കിനെ പറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ എത്തിച്ചേരുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആടിനെ കറി വെക്കുന്നു. അതിനെ ഭക്ഷണമാക്കിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ജേക്കബ് ഏശാവ് ആണ് കൊടുക്കുന്നത് എന്ന് ഇസഹാക്കിന് തോന്നുവാനായിട്ട് ഇസഹാക്കിന്റെ ഡ്രസ്സും ജേക്കബ് ഇടുന്നു. അതുപോലെ ആടിന്റെ രോമങ്ങളൊക്കെയും താൻ ശരീരത്ത് വെച്ചുകൊണ്ടാണ് താൻ ഇസഹാക്കിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഇസഹാക്കിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഇസഹാക്കിന് സംസാരിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ജേക്കബിന്റെ, പക്ഷെ ശരീരത്തെ തൊട്ട് നോക്കുമ്പോഴൊക്കെ ആ രോമത്തെയൊക്കെ തൊടുന്നുണ്ട്. അത് ഏശാവാണെന്നും ഒരു തോന്നലുണ്ടാകുന്നു. അങ്ങനെ താൻ അത് ഏശാവായിരിക്കും തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് താൻ ആ ഒരു ഭക്ഷണം താൻ കഴിക്കുന്നു. എന്നിട്ട് ഏശാവാണെന്ന് കരുതി ജേക്കബിനെ ഇസഹാക്ക് മുഴുവൻ അനുഗ്രഹവും നല്ല രീതിയിൽ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏശാവാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇസഹാക്ക് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അനുഗ്രഹം എല്ലാം വാങ്ങി ജേക്കബ് അവിടെ പോയി കഴിയുമ്പോഴാണ് ഏശാവ് തിരിച്ചു വരുന്നത്. ഏശാവ് തിരിച്ച് ആഹാരമായിട്ട് വരുമ്പോൾ അപ്പോഴാണ് രണ്ടുപേർക്കും മനസ്സിലാകുന്നത് ജേക്കബ് പറ്റിച്ചു എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അപ്പോൾ ഏശാവിന് ഭയങ്കര കോപം, ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഒന്നാമത് തൻ്റെ ആ ജന്മാവകാശം അത് ഐസക്കിന് കൊടുക്കുവാനിടയായി തീർന്നു, ആ ഒരു വിശപ്പിന് വേണ്ടി. പിന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നായിരുന്നു ഈ ഒരു അനുഗ്രഹം എന്നുള്ളത്. ആ അനുഗ്രഹം കൂടെ അതും ജേക്കബ് മോഷ്ടിച്ചുകൊണ്ടുപോയി. അങ്ങനെ 2 പ്രാവശ്യം പറ്റിക്കപ്പെട്ടു ഏശാവ്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം തനിക്ക് ആ നഷ്ടം വരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഏശാവിന് ഭയങ്കര ദേഷ്യമായിരുന്നു യാക്കോബിനെ കൊല്ലണ്ട പോലത്തെ ഒരു ദേഷ്യം വന്നായിരുന്നു. അങ്ങനെ അത് മനസ്സിലായപ്പോൾ റെബേക്ക യാക്കോബിനെ ലാബാന്റെ അടുക്കിലേക്ക്, റെബേക്കയുടെ വീട്ടിലേക്ക് അവിടേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ചതിയിലൂടെ ഒക്കെയാണ് ഇതൊക്കെ യാക്കോബ് ഇതെല്ലാം നേടിയെടുത്തത്. പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്നുള്ള യാക്കോബ് ആ ഫാമിലി ഹെഡാകും എന്നുള്ളതായിരുന്നു. അത് ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയിരുന്നുകൊണ്ട് ഈ മനുഷ്യരൊക്കെ ഇത്തരം തെറ്റുകൾ ചെയ്തു എങ്കിൽ കൂടി ദൈവത്തിന്റെ പ്ലാൻ അതിലൂടെ നിറവേറി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവം
ദൈവത്തിൻ്റെ പ്ലാൻ, നമ്മൾ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്ലാൻ അത് ദൈവം സ്റ്റോപ്പ് ചെയ്തില്ല. നമ്മൾ അകന്നു പോയാലും വേറെ ആൾക്കാരെ ഉപയോഗിച്ചാലും ദൈവത്തിൻ്റെ പ്ലാൻ അത് ദൈവം നിറവേറും. ഈ തെറ്റുകൾ ഇങ്ങനൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിന് നല്ല രീതിയിൽ ഒരു പക്ഷേ ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ മനുഷ്യരുടെ തെറ്റുമൂലം ദൈവത്തിന് എല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ മനുഷ്യൻ്റെ ആ തെറ്റ് മൂലം മനുഷ്യൻ്റെ പ്ലാൻ ഇതിലിടയ്ക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ, പെർഫെക്റ്റ് പ്ലാൻ പോലെ ഇത് തരില്ല. ഇതിനെല്ലാം അവിടെ ഇവിടെയൊക്കെ ഒരു കുറവുകളൊക്കെ വരും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ജേക്കബ് ഹെഡാകുവാനായിട്ട് നേരെ ഒരു ദൈവത്തെ ആശ്രയിച്ചിരുന്നെങ്കിൽ നേരെ തന്നെ ഉള്ളൊരു വഴി ചെയ്യും കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് ചതിവിലൂടെ വഞ്ചനയിലൂടെയൊക്കെയാണ് യാക്കോബ് ആ ഒരു ഫാമിലി ഹെഡായി മാറിയത്. അപ്പോൾ മനുഷ്യൻ്റെ പ്ലാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിലൂടെ കടന്നു പോകുന്നതിൻ്റെ അത്രയും ഒരു നല്ലതായിട്ടോ അല്ലെങ്കിൽ ആ തിളക്കമൊന്നും മനുഷ്യൻ്റെ പ്ലാനിലൂടെ ചെയ്തു പോയി കഴിഞ്ഞ് കിട്ടുമ്പോൾ അങ്ങനെ അത് വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മാറാട്ടെ.